രഥോത്സവം. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വിശ്വനാഥൻ. സീൻ നമ്പർ 1 പ്രഭാതം. രഥങ്ങൾ നിരന്നുകിടക്കുന്ന ക്ഷേത്രാങ്കണം. പശ്ചാത്തലത്തിൽ ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. ഉടുക്കിന്റെ താളത്തിനോടൊപ്പം മുറുകി വരുന്ന ദേവീസ്തവം. തദരീ നനാനേ താനലനാനീ തദരീ നനാനന താലനേ താനലനേ. രോമം അല്ല രോമാഞ്ചം. ഓ, എന്റെ സംഗീതം കൂടി ഉണ്ടെങ്കിൽ ഈ പടം കലക്കും. തദരീ ഞാൻ സാറിന്റെ ഈ കഥയിലെ ഒന്നാമത്തെ രംഗം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയായിരുന്നു. രാഗം ആനന്ദഭൈരവി. ഒരു ലേശം അപശ്രുതി തോന്നിയില്ലേ? സ്വല്പം തോന്നണം. അതെ, ആനന്ദഭൈരവി രാഗം മിശ്രജാപ്പ് താളത്തിൽ പാടുമ്പോ ശ്രുതി തെറ്റണം. അതാ എന്റെ ശരി. നീ ആരോട് ചോദിച്ചാ എന്റെ സ്ക്രിപ്റ്റ് എടുത്ത്? ഞാൻ ചോദിക്കാൻ വന്നപ്പോഴേക്കും സാർ ഓടാൻ പോയി. മേലിൽ ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറുകയോ അവിടെ നിന്നൊരു കഷ്ണം കടലാത്തെടുക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് കാള കളിക്കാനുള്ളതല്ല ഞാൻ എഴുതി വെക്കുന്ന സാധനം, മനസ്സിലായോ? ചായ ഉണ്ടാക്കിയോ? ഇല്ല ഇല്ല, ഇപ്പൊ ഉണ്ടാക്കാം. നിനക്കവിടെ ഈ ശവപ്പെട്ടി ഇവിടെ എടുത്തോണ്ട് പോ. ശവപ്പെട്ടിയോ? ഇതെന്റെ ചോറാണ് സാറേ. പോയി ചായ ഉണ്ടാക്കി. എന്താ ഇവിടെയൊക്കെ? ഒക്കെ ഒന്ന് കാണാൻ. പുതിയ പടത്തിന്റെ പശ്ചാത്തലം ഇതൊക്കെയാണ്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി വെച്ചു. എന്താ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. സം പേഴ്സണൽ പ്രോബ്ലംസ്. ഓർമ്മകളില്ല അവസാനം വന്ന പടം? ഇപ്പൊ 2.5 വർഷമായി കാണൂല്ലേ? ശ്യാമയ്ക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. സഞ്ചരിക്കുന്ന ഫിലിം എൻസൈക്ലോപീഡിയ. ഞങ്ങൾ സാറിന് ഫിലിം എല്ലാം കാണുമായിരുന്നു. ഹരിയാണെങ്കിൽ 2-3 തവണ കാണും. ഒരിക്കൽ കോളേജിലെ ഫിലിം ക്ലബിൽ വെച്ച് ഓർമ്മകൾ ബോറാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഹരി തല്ലുക കൂടി ചെയ്തു. എന്നായി അമ്പലത്തിലെ രഥോത്സവം? അടുത്ത മാസം. എന്താ? എന്റെ പുതിയ പടത്തിന്റെ പേര് രഥോത്സവം. ഇവിടെ ഇങ്ങനെ വർഷാവർഷം രഥോത്സവം നടത്താൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വല്ല ഐതിഹ്യമോ കഥകളോ എന്തെങ്കിലും? ഉണ്ട്. എന്താ ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ഒന്ന് തൊഴുതിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ്. ബോറടിക്കൂ? ബോറടിക്കും. എന്നാലും കാത്തു നിൽക്കാം. കഥ കേൾക്കണ്ടേ? ഒരു രാജാവിന്റെ വകയായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട്. അതെ. രാജാവിന് ഒരേ ഒരു മകൾ, മങ്കമ്മ. അതിസുന്ദരി. അവളുടെ ജാതകത്തിന് ഒരു ദോഷം. വിവാഹം നടക്കില്ല. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് വരന്മാരെല്ലാം മരിക്കാൻ തുടങ്ങി. രാജാവും മങ്കമ്മയൊക്കെ ആകെ സങ്കടപ്പെട്ട് കഴിയുമ്പോഴാണ് സുന്ദരനായ ഒരു രാജകുമാരൻ വിവാഹാലോചനയുമായി വന്നത്.
അന്ന് രാത്രി മങ്കമ്മയ്ക്ക് സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടായി. 41 ദിവസം ദേവന്റെ മുമ്പിൽ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ വിവാഹം നടക്കുമത്രേ. അവൾ മറ്റാരും അറിയാതെ 41 ദിവസം അർച്ചന നടത്തി. വിവാഹത്തിന്റെ അന്ന് യമദേവൻ രാജകുമാരനെ കൊണ്ട് കടന്നു കളഞ്ഞെന്നും ദേവൻ പിന്നാലെ രഥത്തിൽ പാഞ്ഞു ചെന്ന് കുമാരനെ രക്ഷിച്ചെന്നും വിവാഹം നടത്തിയെന്നൊക്കെയാണ് ഐതിഹ്യം. അന്നു മുതലാണ് വിവാഹപ്രായമായ പെൺകുട്ടികൾ ദേവൻ അർച്ചന ചെയ്യാൻ തുടങ്ങിയത്. ദേവനാള് വീരനാണല്ലോ. ഒരു വൺമാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് ബ്യൂറോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ശക്തിയുള്ള ദേവനാ. രഥോത്സവം ഒരു നേർച്ചയായി നടത്തിയാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാ വിശ്വാസം. ഞാൻ വരട്ടെ? കേറുന്നില്ലേ? ഇന്നില്ല, ഇന്നത്തെ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ശ്യാമേ, വിവാഹപ്രായമൊക്കെ ആയില്ലേ? ഒരു 41 ദിവസം ചെമ്പരത്തിപ്പൂവൊക്കെ സംഘടിപ്പിച്ച് ദേവനെ ഒന്ന് മണിയടിക്കാമായിരുന്നില്ലേ? എന്റെ പ്രാർത്ഥന മാത്രം ദേവൻ കേട്ടില്ല. ശ്യാമ, ഞാനത് വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. ഐ എം സോറി. ഓ സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി റൂമിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അതോർത്ത് കരയരുത്. ഇല്ല. ശ്യാമ പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശ്യാമ എന്താ ഈ വഴിയൊക്കെ? വെറുതെ. വരൂ. ഇരിക്കൂ. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയായിരിക്കും അല്ലേ? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാണ്. ഇതൊക്കെ എന്നും ആരോ തുടച്ചു വെക്കാറുണ്ടല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെ. സാർ പാടോ? ഏയ്, അതുകൊണ്ടല്ല. ഹരി എനിക്കിഷ്ടമാണ്. ഹരി പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടു. ഐ ലൈക്ക് ഹിം. ഇപ്പൊ ഹരി ഉണ്ടായിരുന്നെങ്കിൽ സാറിന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, സ്ക്രിപ്റ്റ് എഴുതി തീരാറായോ? ഇല്ല, കാൽഭാഗം പോലും ആയിട്ടില്ല. എഴുതിയ അത്രയും എനിക്കൊന്ന് വായിക്കാൻ തരുമോ? അത് പിന്നെ ഒരു കുഴപ്പമില്ല, നാളെ തന്നെ തിരിച്ചു തന്നേക്കാം. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ കൈയക്ഷരം ഭയങ്കര ബോറാ. എഴുതി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ വായിക്കാൻ പറ്റാതാവും. ജസ്റ്റ് എ മിനിറ്റ്.
സൗകര്യം പോലെ വായിച്ചിട്ട് തിരിച്ചു തന്നാ മതി. താങ്ക് യു. ഞാനൊരു പ്രത്യുപകാരം ചെയ്യാം. നല്ല അക്ഷരത്തിൽ ഇതിന്റെ ഒരു കോപ്പി എടുത്തു തരാം. അയ്യോ, അത് ശ്യാമയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? നോക്കട്ടെ. അല്ല, ഇനി ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഒരു കോപ്പി എടുത്ത് തരണം. അതിന് പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. ഞാൻ പോട്ടെ. ഞാനിവിടെ വന്ന കാര്യം അച്ഛനും ചേട്ടനൊന്നും അറിയരുത്. അതെന്താ? ഞാൻ ഈ വീട്ടിൽ വരുതെന്നാണ് അവരുടെ ഓർഡർ. മറ്റൊന്നുമല്ല, ഈ വീണയും തബലയൊക്കെ കാണുമ്പോ ഞാൻ ഹരിയെ ഓർക്കൂത്രേ. അതിന് ഞാൻ ഹരിയെ മറന്നിട്ട് വേണ്ടേ? മറക്കാത്തതൊക്കെ ഓർമ്മാക്കാൻ ഇതിന്റെയൊക്കെ സഹായം വേണം. പറയരുത് കേട്ടോ.